ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും നമ്മളെടുത്തിട്ടുള്ള ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് DSLR എഫക്ട് നൽകുവാനും സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതുകൂടാതെ ഒട്ടനവധി ഫീച്ചറുകളുമുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. ഇതിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഫോട്ടോസ് ഇവർ തമ്മിൽ കണ്ടതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ ഇത് എഡിറ്റ് ചെയ്താണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ ഫിറോസ് ദാദു ഐഫോൺ വഴി നിങ്ങൾ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, കാണാൻ സാധിക്കുക. ഇവിടെ കൂടുതൽ ചെയ്യേണ്ടത് ഈ പ്ലസ് ബട്ടൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ, അതിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കളറുകളായിരിക്കും ഓപ്പൺ ആയിരുന്നത്. അതിനുശേഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി നിങ്ങളുടെ ഗാലറിയിലുള്ളതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ളതുമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ നിൽക്കും. ഇതേ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാമെന്നർത്ഥം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഈ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് DSLR ക്യാമറയിൽ എടുക്കുന്ന പോലെയുള്ള ഫോട്ടോസ് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾ ഫോട്ടോ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ഇവിടെ നിന്ന് കൊണ്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ആ ഫോട്ടോ എടുക്കാം. എന്നതിന് ശേഷം നിങ്ങൾ ഏത് ഫോട്ടോ ആണ് വേണ്ടത് ആ ഫോട്ടോയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ നിന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെയും ആ ബാക്ക്ഗ്രൗണ്ടിനെയും അവർ ഓട്ടോമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എന്നെയും ബഷീർ ഭായിയും ഇവിടെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും ഇവിടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഭാഗമാണോ ബ്ലർ ചെയ്യേണ്ടത് ആ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടാണ് ബ്ലർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നത് ചൈനീസ് ലിപിയാണ്. എന്നാലും ഈ കാണുന്ന ഭാഗത്ത്, അത് 1, 2, 3, 4ാമത്തെ ഈ ഭാഗത്ത് കൂടെ ക്ലിക്ക് ചെയ്യുക. 4ാമത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ എഫക്റ്റുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിലേക്കൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന ബാറ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് DSLR ക്യാമറയുടെ എഫക്റ്റായി മാറി ഉണ്ടോ. ഇപ്പോൾ നോർമൽ ഫോട്ടോ ഈ കാണുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന നോർമൽ ഫോട്ടോ ഈ കാണുന്നതാണ്. ഓക്കെ, ഇനി നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ DSLR ക്യാമറയിൽ എടുക്കുന്ന പോലെ ബാക്ക്ഗ്രൗണ്ടിനെ മൊത്തമായി മായ്ച്ചിട്ട് മാറ്റിയോടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് താഴെ കാണുന്ന ടിക്ക് മാർക്ക് എന്നുള്ള ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു DSLR ക്യാമറയിൽ എടുത്തതുപോലെ മാറിയത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ കളർ എന്നുള്ള ഭാഗത്ത്, ഫിൽറ്റർ എന്നുള്ള ഭാഗത്തൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒട്ടനവധി ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കളർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി കളറുകൾ നമുക്ക് ഈ ഒരു ഫോട്ടോത്തിൻ്റെ കളറുകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു നാച്ചുറാലിറ്റി ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കളറുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഒട്ടനവധി കളറുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഉണ്ടോ, അത് പല വെറൈറ്റി ആയിട്ടുള്ള കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ കൊണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതൊരു DSLR ക്യാമറ എടുത്തതുപോലെ മാറിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യുന്നത് താഴെ കാണുന്ന ടിക്ക് മാർക്ക് ഒരുപാട് മോഡലുകളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം സമയം ഒരുപാട് വൈകും. ഓക്കെ, ഈ പ്രോ എന്ന ഏരിയയുടെ മുകളിൽ ക്ലിക്ക് ചെയ്ത്, കാരണം അത് പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അധികം ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക, താഴെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത്ര മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ ഞാൻ കാണിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫിനിഷ് എന്നുള്ള ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സേവ്ഡ് ആൽബം ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു മോഡൽ കാണിച്ചു തന്നു. ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് ഇനി ഒന്നുകൂടി മറ്റൊരു രീതിയിലുള്ള ഫോട്ടോ എഡിറ്റിംഗ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാനത് ബാക്ക് അടിക്കുന്നുണ്ട്. ബാക്ക് അടിച്ച ശേഷം മറ്റൊരു ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഒരു ഫാമിലി ഫോട്ടോ. ആ ഫാമിലി ഫോട്ടോയിൽ നിന്നും അതിൽ നമ്മൾ ഒരുപാട് ആളുകൾ അനലൈസ് ആകുന്ന ഒരു വെയിറ്റ് ചെയ്യുക. അപ്പോൾ 4-5 പേരുണ്ട്. ഈ 5 പേരുടെയും പൊസിഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പൊസിഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നോർമലായിട്ടുള്ള ഒറിജിനൽ ഫോട്ടോയിൽ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണമെങ്കിൽ നമ്മുടെ മുകളിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ബാക്കിയുള്ള ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുകയും ചെയ്യും. ഇപ്പോൾ ഓക്കെ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ മോളെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് മുകളിലേക്ക് വെച്ചു. അപ്പോൾ ആ ഒരു ഭാഗം മാഞ്ഞു. ആ ഒരു ഭാഗം നമുക്ക് അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൈഡിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് കൈകൊണ്ടൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ലൈന് വരികയും ചെയ്യും. ഓക്കെ, ഞാനൊന്ന് കാണിക്കാം. ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട്. ഇത് ചൈനീസ് ലിപി ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒഴിവുള്ള സമയത്ത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് നമുക്ക് കളർ ചേഞ്ചുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ചില ആളുകളൊക്കെ തമ്പിലേ വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതേ രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന സേവ് എന്നുള്ള ബട്ടണിന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടമുള്ള കളറുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഒരു അടിപൊളി
ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പാകെ എങ്ങനെ പരിചയപ്പെടുത്തിയത്. അത് കൂടാതെ വേറെയും ഒരുപാട് ഓപ്ഷൻ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ഷെയർ